നമസ്കാരം. എന്റെ അന്വേഷണത്തിൽ കന്യാകുമാരി ജില്ലയിൽ ഏകദേശം 7500 ഏക്കർ ഭൂമികളാണ് ഇത്തരത്തിൽ ശ്രീ മുഞ്ചിറ ശങ്കര മഠത്തിന്റെ കൈവശം അല്ലെങ്കിൽ അധീനതയിൽ അവരുടെ നിയമപരമായി അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഈ 7500 ഏക്കർ ഭൂമികളും മഠവും കൈകാര്യം ചെയ്യുന്നതിന് രണ്ട് വ്യക്തികൾക്ക് അന്നത്തെ നമ്മുടെ തെക്കേ മഠത്തിലെ സ്വാമിയാർ എഴുതി നൽകുകയും പിന്നീട് വന്നിട്ടുള്ള അന്നത്തെ മാനേജർമാരും തുടർന്ന് വന്നിട്ടുള്ള മാനേജർമാരും ഇത്തരത്തിൽ കൈമാറ്റം വന്നിട്ടുള്ള രജിസ്റ്റർ ചെയ്ത് കൈമാറിയിട്ടുള്ള ഭൂമികളെയും മഠത്തെയും സംബന്ധിച്ച് യാതൊരു അന്വേഷണങ്ങൾ നടത്താതിരിക്കുകയും നിയമപരമായി യാതൊരു പരാതികൾ നൽകാതിരിക്കുകയും അവ സംരക്ഷിക്കുന്നതിനോ അവ കൈകാര്യം ചെയ്യുന്നതിനോ അത് മേൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടോ യാതൊരു കാര്യങ്ങളും ശങ്കരമഠത്തിലെ തെക്കേ ശങ്കരമഠത്തിലെ സന്യാസിമാരും സ്വാമിയാർമാരും ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തെക്കേ മഠത്തിനോട് ചേർന്ന് നടുവിൽ മഠത്തിന്റെ ഭാഗമായിട്ടാണ് ചെങ്കോട്ട താലൂക്കിൽ 4000 ചില്ലുവാന ഏക്കർ ഭൂമി ഉണ്ടായിരുന്നത്. അത് മറ്റൊരു മഠത്തിന്റെ അല്ലെങ്കിൽ ആശ്രമത്തിന്റെ കൈവശമാണ്. അവർ അതിന് പണം വാങ്ങിക്കുന്നുണ്ട്. വർഷത്തിൽ നിശ്ചിത തുക അവിടെ കൈയേറ്റം ചെയ്ത് താമസിക്കുന്നവരിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹിന്ദു സമുദായത്തിനും അല്ലെങ്കിൽ സനാതന വിഭാഗത്തിനും നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തിനും പാരമ്പര്യമായി രാജ്യഭരണ കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ള ഭൂമികളും സ്വത്തുക്കളും ഒക്കെ അന്യാധീനപ്പെടുത്തി ക്രിസ്ത്യൻ മുസ്ലിം മറ്റു സമുദായങ്ങളുടെ അവരുടെ മേൽ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനവുമാണ്, സംശയാസ്പദമായ പ്രവർത്തനമാണ് തൃശൂർ തെക്കേ മഠത്തിലെ മാനേജരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ശ്രമിച്ചു വരുന്നത്. ഇന്ന് കേസ് നൽകിയതിന് എതിരായി എങ്ങനെയാണ് ആ കേസ് നൽകിയതിനെ തുരങ്കം വയ്ക്കാം, നശിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളാണ് പല കോണുകളിൽ നിന്ന് നടക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നും ഈ അന്ധവിത്തുകൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ള മാനേജർമാരെ ശങ്കരമഠത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് സ്വാമിയാർമാരും മറ്റു അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനൊരു മാറ്റം വരുത്തണം. സനാതന ഹിന്ദു വിഭാഗത്തിൽ ശങ്കരാചാര്യ ഭക്തരായിട്ടുള്ളവർ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് മുന്നോട്ട് വരണമെന്ന് താല്പര്യപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ രാജേഷ് നായർ, കഴിഞ്ഞയിൽ, തിരുവനന്തപുരം, ശ്രീ ശങ്കരധർമ്മ പരിപാലന യോഗം.